അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട വിശ്വാസികളെ, നാം എല്ലാവരും പരലോക വിജയം നേടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിനു വേണ്ടി നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിൽപ്പെട്ടതാണ് ഗീബത്ത് എന്നുള്ളത്. നാം നമ്മളെ കൂട്ടുകാരുടെ കൂടെയും ഫാമിലിയുടെ കൂടെയൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ ഒരുപാട് സംസാരിക്കും. ആ സമയത്ത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ വാക്കിൽ ഗീബത്ത്, മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വന്നുകൂടുന്നുണ്ടോ എന്നുള്ളത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വെറും വാക്കുകൊണ്ട് മാത്രമല്ല ഗീബത്ത് ഉണ്ടാകുന്നത്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഇർഷാദുൽ ഇബാദിൽ പറയുന്നത് കാണാൻ സാധിക്കും. ഗീബത്തിന്റെ നിർവചനം പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. വലൗ ബിനഹ്വി ഇശാറത്തിൻ വകിതാബത്തിൻ ഹത്തൽ ബിൽ ഖൽബ്. അത് തൻ്റെ സൂചന കൊണ്ട്, ആംഗ്യം കൊണ്ടോ അല്ലെങ്കിൽ എയ്ത്ത് കൊണ്ടോ അല്ലെങ്കിൽ തൻ്റെ ഹൃദയം കൊണ്ടുപോലും മറ്റൊരാളെ കുറിച്ച് മോശം, അനിഷ്ടമില്ലാത്തത് പറയുക അല്ലെങ്കിൽ ചിന്തിക്കുക, ഇതെല്ലാം ഗീബത്തിന്റെ പരിധിയിൽപ്പെട്ടതാണ്. ഗീബത്ത് ചെയ്താൽ, ഒരാൾ ചെയ്താൽ പെട്ടെന്ന് അവൻ വൈജിബു അലാ മൻ ഖുതാബ അൻ യുബാദിറ ഇല തൗബ ബിശുറൂതിഹ. അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തൗബ ചെയ്യണം. തൗബന്റെ ഷർത്തുകളുണ്ട്. വയസ്തഗ്ഫിറു ലിൽ മുഖ്താബ്, അവൻ എന്താണ്, പെട്ടെന്ന് അതിന് നിർത്തണം, ഖേദം പ്രകടിപ്പിക്കണം. എന്നിട്ട് വയസ്തഗ്ഫിറു ലിൽ മുഖ്താബ്, ആരെ കുറിച്ചാണോ അവൻ ഗീബത്ത് പറഞ്ഞത് അവന് വേണ്ടി പൊറുക്കലിനെ തേടണം. ഇല്ലം യഅലം ബിഹ, നമ്മൾ ഗീബത്ത് പറഞ്ഞ അവൻ കേട്ടിട്ടില്ലെങ്കിൽ, അവന് ഇല്ലാത്ത സന്ദർഭത്തിൽ വേറൊരാൾ പറഞ്ഞാണ് അവന് ഇഷ്ടമില്ലാത്ത കാര്യം എങ്കിൽ അവന് പോയി അറിയിച്ചു കൊടുക്കണം. പിന്നെ അവനെ പറഞ്ഞിരിക്കുന്നത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. പിന്നെ അവന് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയാൽ മതി. അള്ളാഹുവിന് പുറത്തു കൊടുക്കണേ, ഞാൻ പറഞ്ഞ തെറ്റാണ്, എനിക്കും പുറത്തു തരണേന്ന് തേടണം. ഇല്ല, അല്ലെങ്കിൽ അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇങ്ങനെ അവനെ കുറിച്ച് വേണ്ടാത്ത പറഞ്ഞിട്ടുണ്ട്, അവൻ അറിഞ്ഞ് അവൻ്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്തഹല്ലഹു മിൻഹ, അവൻ നമ്മൾ എന്താണ് അത് പുറത്ത് വേണം. എങ്കിൽ മാത്രമേ അള്ളാഹു നമുക്ക് പുറത്തു തരും. ബഹുമാനപ്പെട്ട സയ്യിദ് മഖ്ദൂം ഈ കിതാബിൽ തന്നെ ഒരു ഹദീസ്, അഖ്റജൽ ബഹീഖി വത്തബറാനി വഅബൂ ശൈഖിൻ വഇബ്നു അബി ദുനിയ അൻ ജാബിർ വഅബി സഈദ് റളിയല്ലാഹു അൻഹും ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞ ഹദീസ് ഉദ്ധരിക്കാണ്. ഇയ്യാകും വൽ ഗീബ, നിങ്ങൾ ഗീബത്തിനെ സൂക്ഷിക്കണം. ഫഇന്നൽ ഗീബത അശദ്ദു മിനസ് സിന, ഗീബത്ത് എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തേക്കാൾ ശക്തമാണ്. ഖീല ലഹു കൈഫ, നബിയോട് ചോദിക്കപ്പെട്ടു, അല്ലെ നബിയെ, എങ്ങനെയാണ് വ്യഭിചാരത്തേക്കാൾ, വ്യഭിചാരം അക്ബറുൽ കബാറിൽ പെട്ടതല്ലേ, അതിനേക്കാൾ എങ്ങനെയാണ് ഗീബത്ത് വലിയ കുറ്റമാകുന്നത് ചോദിച്ചപ്പോൾ ഖാല, നബി തങ്ങൾ പറഞ്ഞ മറുപടി, ഇന്നർ റജുല ഖദ് യസ്നി വയതൂബു ഫയതൂബുല്ലാഹു അലൈഹി, ഒരാൾ വ്യഭിചരിച്ചാൽ അവൻ ഒരു പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അള്ളാഹിനോട് ഖേദിക്കും. അപ്പോൾ അള്ളാഹുവിന് ഖേദം സ്വീകരിച്ച് അവൻ്റെ തൗബ അള്ളാഹ് സ്വീകരിച്ചേക്കാം. അള്ളാഹു അവന് പുറത്തു കൊടുക്കണമെങ്കിൽ ആരെക്കുറിച്ചാണോ നാം ഗീബത്ത് പറഞ്ഞത് അവനോട് പോയി പൊരുത്തപ്പെടിച്ച് അവൻ പൊരുത്തപ്പെട്ടു തന്നാൽ മാത്രമേ അള്ളാഹു അവന് പുറത്തു കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് മറ്റുള്ള മനുഷ്യരുമായി ബന്ധപ്പെട്ട ഏത് വിഷയമാണെങ്കിലും, ഗീബത്ത് മാത്രമല്ല മറ്റേത് വിഷയമാണെങ്കിലും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അവർ പൊരുത്തപ്പെട്ടു തന്നാൽ മാത്രമേ